രണ്ടാമത്തെ കാരണം, ബാക്ക്വേർഡായ കുട്ടികളെ ടീച്ചേഴ്സ് ഒരു സ്പെഷ്യൽ ക്ലാസ് എടുത്തും സ്പെഷ്യൽ എക്സാം നടത്തിയും സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിട്ടൊക്കെ അവരെ ഒന്ന് ഫോർവേഡ് ആക്കാൻ വേണ്ടി, മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഉറപ്പാണത്, തീർച്ചയായിട്ടും ശ്രമിക്കും. അവർക്ക് സ്പെഷ്യലായിട്ട് 6 മണി വരെ മദ്രസ പൊതുപരീക്ഷ കുട്ടികൾ. ആ മൂന്നാൾക്ക് എന്തിനാ പ്രത്യേകിച്ച് എടുക്കുന്നത്? അവരോട് ഫീസൊന്നും വാങ്ങുന്നില്ലല്ലോ. സ്പെഷ്യലി വേണ്ട, അവർക്ക് ഒരു ലേണിംഗ് ഡിസബിലിറ്റി, ഒരു അക്ഷരം ശരിക്കും ക്ലിയർ അല്ല, അല്ലെങ്കിൽ പഠനത്തിൽ ചെറിയ വൈകല്യമുണ്ട്. അതുകൊണ്ടാണ് അവരെ ശരിപ്പെടുത്താൻ ഈ ഉസ്താദ്, ഈ ടീച്ചർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ അധ്വാനിക്കുന്നു. പലരും ആക്ഷേപിക്കുന്നത് ഇങ്ങനെയൊന്നും റിസ്ക് എടുക്കണ്ടല്ലോ, എന്തിനാ ടീച്ചറെ, എന്തിനാ സദർ ഉസ്താദ് ഇങ്ങനെയൊക്കെ റിസ്ക് എടുക്കുന്നത് എന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഈ ടീച്ചർ, ഈ ഉസ്താദ് ഈ കുട്ടികൾക്ക് വേണ്ടി മരിച്ചു പണിയെടുക്കുകയാണ്. എന്നിട്ട് കുട്ടികൾ മദ്രസന്റെ പുറത്തിറങ്ങിയിട്ട് ഉസ്താദിന്റെ ചെരുപ്പ് ഒളിപ്പിച്ചു, ഉസ്താദിന്റെ ബൈക്കിന്റെ കാറ്റഴിച്ചു, അല്ലെങ്കിൽ ടീച്ചറുടെ സാരിക്ക് മഷിക്കുപ്പി തന്നെ ഇറങ്ങും. അപ്പൊ ബാക്കി സഹാധ്യാപകരും കൂടുള്ളവരൊക്കെ പറഞ്ഞു, കിട്ടിയില്ലേ, പോരെ, ഇത്ര നാളും കഷ്ടപ്പെട്ടതിന് കിട്ടിയില്ലേ, ഈ പിള്ളേരല്ലേ ശരിയാക്കാൻ നോക്കിയത് എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു. അപ്പോൾ എന്തായിരിക്കും പൊതുവിൽ ഉത്തരം ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇങ്ങനെ ശരിപ്പെടുത്താൻ വേണ്ടി പല സമയത്ത് ശ്രദ്ധിക്കുന്ന സമയത്തും, അവര് കല്ലെറിഞ്ഞും കൂക്കി വിളിക്കുന്ന സമയത്ത് ത്വായിഫുകാര് കല്ലെറിഞ്ഞപ്പോ മലക്കൾ സെറ്റായിട്ട് വന്നിട്ട് ചോദിച്ചില്ല, ഈ പർവ്വതം അവരുടെ തലയിലിടട്ടെ, മഷിക്കുപ്പി എറിഞ്ഞ കുട്ടികൾ ടീച്ചർക്കെതിരെ. അന്നേരം എന്താ പറയണത്? വേണ്ട, പാവങ്ങളല്ലേ. അല്ലാഹുമ്മ ഹ്ദി ഖൗമി, കുട്ടികളാണ് അവര്, ഫഇന്നഹും ലാ യഅലമൂൻ, അവർ അറിവില്ലാത്തതുകൊണ്ടാണ്. അറിവില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരു നബിനെ എങ്ങനെ ഇപ്പോൾ ഒരാൾ ഇഷ്ടപ്പെടാതിരിക്കുക? ഉദാഹരണം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഒരുപാട് നേരം കരഞ്ഞു പോയിട്ടുണ്ട്. തങ്ങൾ കരഞ്ഞതിനെ കുറിച്ച് മാത്രം ഒരു കിതാബുണ്ട്, മവാഖിഫുൻ ബഖാ ഫീഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ആ കിതാബിന്റെ പ്രമേയം. അതിൽ പറയുന്നുണ്ട്, ഏറ്റവും ദീർഘനേരം തങ്ങൾ കരഞ്ഞ ഒരവസരം ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ്. കാരണം ഹംസ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അത്താണിയാണ്. കൂടെ നിൽക്കുന്നിടത്തും ചിലരുണ്ടാവില്ല, എല്ലാ പദ്ധതിക്കും കൂടെ ഉണ്ടാവും. അങ്ങനത്തെ ഒരാളാണ് സയ്യിദുന ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ആ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഒരു ഘട്ടം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, വഹ്ശി എന്നവർ ചാട്ടൂളി എറിയാണ്. ചാട്ടൂളി കറങ്ങി കറങ്ങി മഹാനവറുകളുടെ ശരീരത്തിലേക്ക് തട്ടി മഹാനവറുകൾ പെടഞ്ഞു വീണു. ശത്രുക്കൾ നേരത്തെ തന്ത്രം അന്നത് പ്രകാരം ഓടി വന്നിട്ട് വിറച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പിടച്ചുകൊണ്ടിരിക്കുന്ന ഹംസ തങ്ങളുടെ കയ്യും കാലും ചവിട്ടി. അതെന്തിനാ സംഭവിക്കുന്ന വെച്ചാൽ, ഈ വേദന കുറച്ചെങ്കിലും ഒരു ആശ്വാസത്തിലേക്ക് എത്തുക. വേദന പോക്കല്ല, ഒന്ന് വിറക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയാലും ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ആശ്വാസം, അതുപോലും അനുവദിച്ചു കൊടുക്കേണ്ടതെന്ന് അവരുടെ തിട്ടൂരം. അതിങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് വലിയ കത്തി എടുത്തിട്ട് ഹംസ റളിയല്ലാഹു ജീവനോടെ കഴുത്തിറക്കുകയാണ്. അതേ സമയത്ത് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹംസ തങ്ങളുടെ കഴുത്ത് മുതൽ പൊക്കിൾ വരെ വലിച്ചു കീറുകയാണ്. എന്നിട്ടാണ് ഇത് വലിച്ചു കീറിയിട്ട് ഹിന്ദ് കരൾ ചവച്ച് തുപ്പണത്. നബിതങ്ങൾ ഇത് കാണല്ലേ എന്ന് സ്വഹാബത്ത് പലരും ആഗ്രഹിച്ചിരുന്നു. തങ്ങൾ അത് കാണുകയും ഒരുപാട് നേരം കരയുകയും ചെയ്തിട്ടുണ്ട്. ആ കരച്ചിൽ എത്ര നേരം എന്ന് പറഞ്ഞാൽ, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എത്ര നേരം അവിടുന്ന് കരയണത്. കരച്ചിലിന്റെ ഇടയിൽ തങ്ങൾ പറയുന്നുണ്ട്, യാ ഹംസ യാ അമ്മൽ മുസ്തഫ യാ കാശിഫൽ കുർബാത്ത്, എൻ്റെ പ്രശ്നം തന്നെ പരിഹരിച്ചായിരുന്ന ആളല്ലേ നിങ്ങൾ പോയാൽ എനിക്ക് ആരാ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിതുമ്പാണ് തങ്ങൾ. എത്ര നേരം കരഞ്ഞത്. ഈ വേദന എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ, കുറേ കാലത്തിന് ശേഷം വഹ്ശി എന്നവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ തങ്ങൾ പറയുന്നുണ്ട്, വഹ്ശിന്റെ ഇസ്ലാമല്ലോ ഒക്കെ, പക്ഷെ എൻ്റെ ഡയറക്റ്റ് മുന്നിൽ നിൽക്കരുത്, എൻ്റെ ഹംസ തങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നു, മോനാ എൻ്റെ മുമ്പിലേക്കല്ലേ കേട്ടോ. അത് അത്രയും തങ്ങളെ മനസ്സ് പിടിച്ചു കുലുക്കിയ വേദനയായിരുന്നു. അതാണ് അതിൻ്റെ കാരണം. ശരിക്കും ഈ വഹ്ശിക്ക് എല്ലാവിധ ഓഫറും കൊടുത്തിട്ട് കൊല്ലാൻ ഏൽപ്പിക്കുന്നത് ഹിന്ദ് എന്ന പെണ്ണാണല്ലോ. മക്കം ഫതഹിന്റെ അന്ന് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, എല്ലാവരും ഗ്രൂപ്പുകളായിട്ട് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾ കുറേ ആളുണ്ട് ഇസ്ലാമിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അവരോടൊക്കെ ഒന്ന് ബൈഅത്ത് ചെയ്യണമല്ലോ, അവരോട് കരാറ് പറയണമല്ലോ, ഇസ്ലാമിന്റെ കണ്ടീഷൻസ് ഒക്കെ പറയണമല്ലോ. യെസ്, അതുകൊണ്ട് മറന്റെ അപ്പുറത്ത് അവർ നിൽക്കട്ടെ. ഇനി ഉബായിക്കുന്ന, ഓ ഉമ്മമാരെ,
നിങ്ങളോട് ചില കരാർ ഞാൻ പറയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പെണ്ണ് അവിടുന്ന് ട്രോളി കൊണ്ട് ചോദിച്ച്, അതെന്താ ആണുങ്ങൾക്ക് ഇല്ലാത്തത് പെണ്ണുങ്ങൾക്ക് മാത്രം? അതങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വേർതിരിവ്, അതങ്ങനെ? തങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല യുഷിരിക്കിന ബില്ല, നിങ്ങൾ ആരും ഷിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പൊ ആ പെണ്ണ് പിന്നെയും ഷിർക്ക് ചെയ്യുമെങ്കിൽ പിന്നെ ഇസ്ലാമിലേക്ക് വരണോ? ഇതിന്റെ പിന്നെ കാര്യമായിട്ട് അങ്ങനെ കണ്ടീഷൻ വെക്കണത്? തങ്ങളൊന്നും വേണ്ടിയില്ല. വല യഖത്തുല്ല ഔലാദഹുന്ന, ജാഹിലിയ കാലത്തിലെ കൾച്ചർ ഉണ്ടാവരുത്, കുട്ടികളെ കൊല്ലരുത്. അപ്പൊ ആ പെണ്ണ് വീണ്ടും കാര്യമായിട്ട് നമ്മൾ കുട്ടികളെ പ്രസവിച്ച് പോറ്റി പാലൂട്ടിയിട്ട് പിന്നെ കുട്ടികളെ നമ്മൾ കൊല്ലോ? എന്തൊരു മണ്ടത്തരം നിങ്ങൾ പറയണത്? തങ്ങളോടായി പറയണത്. സർവ്വസൈന്യാധിപനായിട്ട് ഇപ്പോൾ മക്കം ഫതഹ് എന്ന് പറഞ്ഞ ജയിച്ചടക്കിയ നിമിഷമാണ്, മൊമെന്റാണ്. തങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വല യസ്രിഖ്ന, മോഷണം നടത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണിന്റെ ട്രോളിന്റെ ഒരു സ്ലാങ് ട്വിസ്റ്റായി. ഭർത്താവ് ചെലവിനിരുന്നില്ലെങ്കിൽ കീശേന്ന് പണം പൊക്കാൻ പറ്റുമെന്ന് വെച്ചു. അതിന്റെ മസല തങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അടുത്തയിലേക്ക് പോയി. വല യസ്നീന, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ആ പെണ്ണ്, നമ്മളെന്താ അടിമ പെണ്ണുങ്ങളോ? ആരുടെങ്കിലും പോയി കൂടെ കിടക്കാൻ? നമ്മൾ സ്വതന്ത്ര അഭിമാന ബോധമുള്ളവരല്ലേ, നമ്മളിങ്ങനെ വ്യഭിചരിക്കുക? ഇങ്ങനെ ചോദിക്കുന്നതിനും പറയുന്നതിനും ഒക്കെ ഇങ്ങനെ ട്രോൾ വർത്താനം പറഞ്ഞപ്പോൾ തങ്ങൾ ലാസ്റ്റ് ചോദിച്ചു, ഈ ചോദിക്കുന്നത് ഹിന്ദെന്ന പെണ്ണാണോ? അതെ, ഹിന്ദ് തന്നെയാണ്. എന്താ പ്രശ്നമുണ്ടോ? എൻ്റെ ഇസ്ലാം സ്വീകരിക്കൂലേന്ന് വെച്ച്. ആരാ? ഇളയപ്പാനെ കൊന്നളേ. തങ്ങൾ പറഞ്ഞു, പാവമുത്തുനബി പറഞ്ഞു സ്വീകരിക്കുമല്ലോ, എന്ത് പ്രശ്നം, സ്വീകരിക്കും. ഈ നബിനെ എങ്ങനെയാ ഹിന്ദിന് സ്നേഹിക്കാതിരിക്കുക? എങ്ങനെ സ്നേഹിക്കാതിരിക്കുക? ഈ തങ്ങളെ എങ്ങനെ ഒരാൾ ഇഷ്ടപ്പെടാതിരിക്കുക? പറയും. അതിന് വേറെ തെളിവൊക്കെ വേണം. എന്തൊരു വിശാല മനസ്സാണ് അവിടുത്തെ. ഖുർആൻ തന്നെ ചോദിച്ചല്ലോ, അലം നശ്റഹ് ലക സദ്റക്, ഭൂമിയേക്കാൾ വിശാലമാക്കി തന്നില്ല നബിയെ തങ്ങളുടെ കൽബ് എന്ന്. എന്താ ചോദ്യം നോക്കി നിങ്ങൾ. ഭൂമിയേക്കാൾ വിശാലമാക്കി തന്നില്ല നബിയെ തങ്ങളുടെ കൽബ് എന്ന്. കൽബുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലാൻ വേണ്ടി വന്നവർക്ക് സ്വർഗം കൊടുക്കുന്ന ആളാ തങ്ങൾ. എത്ര പേരാ തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന? തങ്ങളുടെ ജീവിതകാലത്ത് 29 തവണ വധശ്രമം നടന്നിട്ടുണ്ട്. അവർക്കൊക്കെ തങ്ങൾ കൊടുത്തത് സ്വഹാബി എന്ന പോസ്റ്റാണ്. എത്ര ചരിത്രങ്ങളുണ്ട്. അപ്പൊ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാല് ഹിദായത്തിലെത്തിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആരെങ്കിലെല്ലാം മുടക്കം നിൽക്കുമ്പോഴും അവരെ നന്നാക്കാൻ പിള്ളേരാണ് റബ്ബേ ഫഇന്നഹും ലാ യഅലമൂൻ, അവരെ അറിവില്ലാത്തവരല്ലേ. ത്വായിഫുകാരോടൊക്കെ വേണമെങ്കിൽ എന്തൊക്കെ എതിരെ ദ്വാരക്ക. അടുത്തൊരു തലമുറ നന്നായാലോ എന്നാണ് തങ്ങൾ പറയണത്. കാരണം 3 പൊതുവിൽ